അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറയുന്നത് ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവന. ഇന്നലെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമസ്കാരത്തിൽ ഓതിക്കേട്ട ആയത്താണ്. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ ശൈത്താനെ ശത്രുവായി തന്നെ കാണണം. എന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദുനിയാവിൽ നമ്മൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട്, എത്രയൊക്കെ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. വ്യക്തിപരമായി നമുക്ക് ഒന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. രോഗം നമ്മളൊരു ഭാഗത്ത് അലട്ടുന്നു, ശാരീരിക പ്രശ്നങ്ങൾ നമ്മൾ ഒരു ഭാഗത്ത് അലട്ടുന്നു, ടെൻഷൻ, മാനസിക പ്രയാസങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് വളരെ വേദനയാകുന്നു, ബുദ്ധിമുട്ടാകുന്നു. കുടുംബപരമായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടിന്റെ അകത്ത് പുറത്ത്, സാമൂഹികപരമായി രാഷ്ട്രീയപരമായി ഒക്കെ നമ്മൾ ഒരുപാട് വേദനകൾ തിന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ ദുഃഖിപ്പിക്കുന്ന വാർത്തകളല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വിഷമങ്ങളുടെയും കരച്ചിലുകളുടെയും ഒക്കെ ഒരു ലോകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവരായിരുന്നോ? ഈ പ്രശ്നങ്ങളുടെ, ഈ കുഴപ്പങ്ങളുടെ ഈ ലോകത്ത് വരേണ്ടവരായിരുന്നോ? നമ്മുടെ വാപ്പ ആദ്യം എവിടെയാണ് ഉണ്ടായിരുന്നത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വാപ്പയുടെ മക്കളായിട്ട് സ്വർഗത്തിൽ വിരാജിക്കേണ്ടവരായിരുന്നു, സ്വർഗത്തിൽ കഴിയേണ്ടവരായിരുന്നു. സുഖലോലുപതയിൽ കിടന്ന് ഈ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒന്നും പെടാതെ ആർമാദിച്ച് ആസ്വദിച്ച് ലൈഫ് അടിച്ചു പൊളിച്ച് കഴിയേണ്ടവരായിരുന്നു നമ്മൾ. പിന്നെ ഈ നമ്മളെ ഈ ലോകത്തേക്ക് ഈ വൃത്തികെട്ട ദുനിയാവിലേക്ക് വലിച്ചേച്ചു കൊണ്ടുവന്നവനാരാ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ഏതാ? ഈ ഇബ്ലീസാണ്, ഈ ശൈത്താനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞു പറ്റിച്ച് അവസാനം ഒരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും അവസാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുഴുവൻ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക്, ഈ പ്രശ്നങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഈ ശൈത്താനാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ശൈത്താനോടുള്ള നമ്മുടെ പക, ശത്രുത, അത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. അത് നമ്മൾ അനന്തരമെടുത്ത് നമ്മളിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. ആ ശത്രുത നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ആ ശത്രുവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകും. കുടിപ്പകയാണ് നമുക്ക്, ശക്തമായ ശത്രുതയാണ്. ഒരിക്കലും ശൈത്താൻ സന്തോഷിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടാനേ പാടില്ല.